നമസ്കാരം. 2001 മാർച്ച് 14 എല്ലാ ദിവസത്തും പോലെ ആളുകൾ അന്ന് രാത്രിത്തെ ന്യൂസും കാണാനായി ടിവിയുടെ മുന്നിലേക്ക് വന്നപ്പോഴാണ് തെഹൽക്ക എന്ന ന്യൂസ് പോർട്ടൽ ഒരു ബോംബ് പൊട്ടിച്ച കഥ ന്യൂസ് ചാനലുകൾ വഴി ആളുകൾ അറിയുന്നത്. തെഹൽക്ക ഓപ്പറേഷൻ വെസ്റ്റ് എൻഡ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു സ്റ്റിംഗ് ഓപ്പറേഷനെ കുറിച്ചാണ് അന്നത്തെ ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഓപ്പറേഷൻ വെസ്റ്റ് എൻഡ് എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ BJPയുടെ അധ്യക്ഷൻ ബംഗാരു ലക്ഷ്മൺ കൈക്കൂലി വാങ്ങുന്നതാണ് ആളുകൾ ടിവിയിലൂടെ കാണുന്നത്. ബംഗാരു ലക്ഷ്മൺ മാത്രമല്ല, BJPയുമായി ബന്ധപ്പെട്ട മറ്റനവധി ആളുകളും സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ കൈക്കൂലി ആവശ്യപ്പെടുന്നതും വാങ്ങുന്നതും ഒക്കെ കൃത്യമായി ക്യാമറ ഒപ്പിയെടുത്തിരിക്കുകയാണ്. ആ വിഷയത്തിന്റെ പേരിൽ അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം കൊടുക്കുന്ന BJP സർക്കാരിനെ പ്രതിപക്ഷം അതിശക്തമായി ആക്രമിച്ചു തുടങ്ങി. വാജ്പേയി സർക്കാർ 99 അധികാരമേറ്റ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കാണ്ഡഹാർ വിമാനറാഞ്ചിൽ സംഭവം ഉണ്ടാകുന്നത്. 99 ഡിസംബർ 31 ഇന്ത്യൻ ജയിലിൽ ഉണ്ടായിരുന്ന കൊടും കുറ്റവാളികളെ അന്ന് വാജ്പേയി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം 2000 ഡിസംബറിൽ ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം സംഭവിച്ചു. റെഡ് ഫോർട്ടിൽ അന്ന് ഒരു വെടിവെപ്പ് നടന്നു. ശരിക്കും ഇന്ത്യ വൻ സുരക്ഷിതത്തോടെ കാത്തു സൂക്ഷിക്കുന്ന റെഡ് ഫോർട്ട് ആക്രമിക്കപ്പെട്ടപ്പോൾ ജനരോഷം വാജ്പേയി സർക്കാരിനെതിരെ ശക്തമായി പടരുമ്പോഴാണ് ഈ തെഹൽക്ക ഓപ്പറേഷൻ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത്. വാജ്പേയി സർക്കാരിനെതിരെ സഖ്യകക്ഷികളും എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയമാണ്. ഇതാണ് തങ്ങൾക്ക് പറ്റിയ സമയമെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ചാരസംഘടനയായ ISA അവരുടെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് ഈ നിമിഷത്തിലാണ്. തെഹൽക്ക പോർട്ടിന്റെ ഉടമകളായ തരുൺ തേജ്പാലിനും അനിരുദ്ധ ബാഹലിനുമെതിരെ BJPയിൽ അമർഷം ശക്തമാണ്. BJPയിൽ മാത്രമല്ല, സർക്കാരിലും അമർഷം ശക്തമാണ്. ഈ സമയത്ത് തരുൺ തേജ്പാലിനെയും അനിരുദ്ധ ബാഹലിനെയും കൊലപ്പെടുത്താൻ പറ്റിയാൽ ആ കൊലപാതകം സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരായ ഒരു പ്രശ്നമായി മാറും. സർക്കാരിന്റെ അറിവോടുകൂടി ആരോ അവരെ കൊലപ്പെടുത്തിയെന്നേ സകലരും വിശ്വസിക്കത്തുള്ളൂ. സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ആയിട്ട് ISAക്ക് തോന്നിയത് തെഹൽക്കയുടെ ഓണേഴ്സിന്റെ കൊലപാതകമാണ്. ആ കൊലപാതകം നടത്താൻ വേണ്ടി അനുയോജ്യരായ ആളുകളെ കണ്ടുപിടിക്കാൻ ISA ശ്രമിക്കുന്നത് അപ്പോഴാണ്. ISA ഇന്ത്യയിൽ ഓരോ തവണ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരെ തന്നെയാണ്. 1993 ദാവൂദ് ഇബ്രാഹിമിനെയും ടൈഗർ മേമനെയും മുഹമ്മദ് ദോസയും അബ്ദുൾ ലത്തീഫിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുംബൈയിൽ വൻ സ്ഫോടന പരമ്പരയാണ് ISA അന്ന് നടത്തിയത്. അതുപോലെ മറ്റൊരു ഓപ്പറേഷനിലൂടെയാണ് അവർ ആ കാണ്ഡഹാർ വിമാനറാഞ്ചിൽ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് റെഡ് ഫോർട്ട് ആക്രമണം. ഇന്ത്യയിൽ നടക്കുന്ന സകല ആക്രമണങ്ങൾക്കും പിന്നിൽ ഇന്ത്യക്കാരെ തന്നെ നിലനിർത്താൻ ISA ബോധപൂർവം ശ്രമിക്കാറുണ്ട്. ISA തെഹൽക്കയുടെ ഉടമകളായ തേജ്പാലിനെയും അനിരുദ്ധയെയും ഇല്ലാതാക്കാനായി ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെ സംഘടിപ്പിച്ചു. ആ വ്യക്തി അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അംഗമാണ്. ബീഹാറിൽ നിന്നുള്ള ലോകസഭ അംഗമായ മുഹമ്മദ് ഷിഹാബുദ്ദീനെയാണ് ISA തെഹൽക്കയുടെ ഉടമകളെ കൊല്ലാൻ വേണ്ടി സെലക്ട് ചെയ്തത്. ബീഹാറിലെ ശീവൻ ജില്ലക്കാരനായ മുഹമ്മദ് ഷിഹാബുദ്ദീൻ 1986 തന്റെ 19ാമത്തെ വയസ്സിലാണ് ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങുന്നത്. അന്ന് മുതൽ അനവധി കേസുകളാണ് മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ പേരിൽ ഉണ്ടായത്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, കൊള്ള എല്ലാം മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ പേരിലുള്ള കേസുകളാണ്. ഇതിൽ ഒരെണ്ണം ശരിക്കും വാർത്താ പ്രാധാന്യം നേടിയ ഒന്നാണ്. സഹോദരന്മാരായ 3 ആളുകളെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസാണ് ഇതിൽ ഏറ്റവും സങ്കീർണമായ ഒന്ന്. ആളുകളെ കൊല്ലുന്നതിൽ ഒരു തരത്തിലുമുള്ള മനസ്താപവും ഇല്ലാത്ത മുഹമ്മദ് ഷിഹാബുദ്ദീൻ ശരിക്കും ബീഹാറിലെ ആ ശിവാൻ ജില്ലയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി മാറിയത് അതിവേഗമാണ്. പോലീസിന്റെ ക്രിമിനൽ റെക്കോർഡുകളിൽ അനവധി ക്രൈമുകളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ 1990 മുഹമ്മദ് ഷിഹാബുദ്ദീൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. അയാളുടെ ഹോം ടൗണിൽ നിന്ന് നിയമസഭാ ഇലക്ഷനിൽ ജയിക്കുകയും MLA ആകുകയും ചെയ്തു. അയാൾ രണ്ടാമതും വിജയിച്ച് MLA ആയിരിക്കുന്ന സമയത്താണ് ലോകസഭാ ഇലക്ഷൻ വരുന്നത്. 1996 ലോകസഭാ ഇലക്ഷനിൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ മത്സരിച്ചത് ലാലു പ്രസാദ് യാദവിന്റെ RJDയുടെ ബാനറിലാണ്. തുടർച്ചയായി ലോകസഭാ ഇലക്ഷനിൽ വിജയിച്ച് MP ആയിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഷിഹാബുദ്ദീൻ MP ആയതിനു ശേഷവും അയാളുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെയുള്ള പോലീസ് കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും കൊള്ളയൊക്കെ
മുഹമ്മദ് ഷിഹാബുദ്ദീൻ്റെ പേരുമായി കണക്ട് ചെയ്ത് പോലീസ് റെക്കോർഡുകളിൽ തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് അയാളെ പിടികൂടാനുള്ള ശ്രമവും തുടങ്ങി. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 2001 മാർച്ചിൽ സഞ്ജീവ് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ വലങ്കൈയായ മനോജ് കുമാർ പപ്പുവിനെതിരെ ഒരു വാറണ്ട് കൊടുക്കാനായി മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. സഞ്ജീവ് കുമാറും കുറച്ച് പോലീസുകാരുമായി മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ വീട്ടിലെത്തി. മുഹമ്മദ് ഷിഹാബുദ്ദീൻ എംപിയുടെ വലങ്കൈയായ മനോജ് കുമാർ പപ്പുവിന് കോടതിയുടെ വാറണ്ട് കൊടുക്കാനായി അവിടെ എത്തിയ സഞ്ജീവ് കുമാറിനെയും പോലീസുകാരെയും ഷിഹാബുദ്ദീന്റെ ആളുകൾ പരസ്യമായി ആ വീടിന്റെ മുന്നിലിട്ട് നിർദ്ദയം തല്ലിച്ചതച്ചു. സഞ്ജീവ് കുമാറിന്റെ കവളത്ത് ആദ്യം കൈവച്ചത് സാക്ഷാൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ തന്നെയാണ്. ജനമായ ജനമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കെ MP മുഹമ്മദ് ഷിഹാബുദ്ദീൻ സഞ്ജീവ് കുമാറിന്റെ കവളിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ശരിക്കും അടി കൊണ്ട് പൊളഞ്ഞുപോയ സഞ്ജീവ് കുമാറും പോലീസുകാരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ സ്റ്റേഷനിൽ തിരിച്ചെത്തി വിവരം ഹയർ അതോറിറ്റികളെ അറിയിച്ചു. കോടതിയുടെ നിർദ്ദേശപ്രകാരം വാറണ്ട് കൊടുക്കാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി ആക്രമിച്ച മുഹമ്മദ് ഷിഹാബുദ്ദീനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പോലീസിന്റെ ഹയർ അതോറിറ്റീസ് തീരുമാനിക്കുന്നത് അപ്പോഴാണ്. ശിവാൻ ഡിസ്ട്രിക്റ്റിലെ പോലീസ് കിട്ടാവുന്ന പോലീസുകാരെല്ലാം സംഘടിപ്പിച്ച് വൻതോതിൽ ആയുധങ്ങളുമായി മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ വീട് വളഞ്ഞു. അവരെ സപ്പോർട്ട് ചെയ്യാനായി UP നിന്നുള്ള പോലീസുമുണ്ട്. ശരിക്കും കോട്ട പോലുള്ള മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ ആ വീട് വളഞ്ഞ പോലീസ് മുഹമ്മദ് ഷിഹാബുദ്ദീനോടും അനുയായികളോടും കീഴടങ്ങാനാണ് മൈക്കിലൂടെ ആവശ്യപ്പെട്ടത്. കോളാമ്പി പോലുള്ള മൈക്ക് വെച്ച് ഉറക്കെ അങ്ങനെ അനൗൺസ് ചെയ്ത പോലീസിന് ഉടൻ തന്നെ മറുപടി കിട്ടി. മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ വീടിനകത്ത് നിന്ന് വെടിയുണ്ടകളുടെ ഒരു വർഷം തന്നെ പോലീസിനിടെ ഉണ്ടായി. തുടർന്ന് നമ്മൾ കാണുന്നത് സമാനതകളില്ലാത്ത ഒരു രംഗമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന പോലീസ് ഷിഹാബുദ്ദീന്റെ വസതിയിലേക്ക് നിറയൊഴിക്കുകയാണ്. അതേപോലെ മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ വീടിനകത്തുനിന്ന് പുറത്തേക്കും വെടിയുണ്ടകളുടെ വർഷം. ശരിക്കും രൂക്ഷമായ ഒരു ഫൈറ്റ് തന്നെ അവിടെ ഉണ്ടായി. ആ വെടിവെപ്പിൽ 2 പോലീസുകാരും മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ ടീമിലെ 8 ആളുകളും കൊല്ലപ്പെട്ടു. AK-47 തോക്കുകളും സെമി ഓട്ടോമാറ്റഡ് ഗണ്ണുകളും ഇഷ്ടംപോലെ 2 ഭാഗം ഉപയോഗിച്ചിരിക്കുകയാണ്. ഷിഹാബുദ്ദീന്റെ വീടിനകത്തുള്ള വെടിവെപ്പിന്റെ ശക്തി ഒന്ന് കുറഞ്ഞപ്പോൾ പോലീസ് ആ കോമ്പൗണ്ടിനകത്തേക്ക് ഇരച്ചു കയറി. ആ കോമ്പൗണ്ടിനകത്തേക്ക് അവർ ഇരച്ചു കയറപ്പോൾ അവിടെ വെടിയേറ്റ് കിടക്കുന്ന ആളുകളെ പോലീസിന് കാണാം. അവർക്ക് സമീപത്തായി AK-47 തോക്കുകളും സെമി ഓട്ടോമാറ്റഡ് ഗണ്ണുകളുമുണ്ട്. ആ ഡെഡ് ബോഡികളെ കടന്ന് പോലീസ് സംഘം ആ വീടിനകത്തേക്ക് കടക്കുമ്പോൾ പുറത്ത് ഒരു സംഭവം ഉണ്ടായി. ആ കോമ്പൗണ്ടിന് പുറത്തായി ഇട്ടിരുന്ന പോലീസ് ജീപ്പുകൾ ഒന്നൊന്നായി സ്ഫോടനത്തോടുകൂടി കത്തുന്ന ശബ്ദമാണ് അകത്തുണ്ടായിരുന്ന പോലീസുകാർ കേട്ടത്. ശരിക്കും പോലീസിനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് രഹസ്യമായി പുറത്തിറങ്ങിയ ഷിഹാബുദ്ദീനും കൂട്ടരും പോലീസ് ജീപ്പുകൾ കത്തിക്കുകയായിരുന്നു. തങ്ങൾ കെണിയിൽ അകപ്പെട്ടു എന്ന് പോലീസിന് മനസ്സിലാകുമ്പോഴേക്കും ഷിഹാബുദ്ദീനും കൂട്ടരും പോലീസിന് നേരെ പുറത്തുനിന്ന് നിറയൊഴിച്ചു തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് പോലീസിന് മനസ്സിലാകും മുമ്പ് ഷിഹാബുദ്ദീനും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. മുഹമ്മദ് ഷിഹാബുദ്ദീനെയോ അയാളുടെ അനുയായി മനോജ് കുമാർ പപ്പുവിനെയോ പോലീസിന് കിട്ടിയില്ല. പക്ഷെ ഈ സംഭവം ഒരു വലിയ വാർത്തയായി മാറി. അനവധി കേസുകളാണ് അതിനോട് അനുബന്ധിച്ച് മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ പേരിലും മനോജ് കുമാറിന്റെ പേരിലും പോലീസ് രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ആ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട മുഹമ്മദ് ഷിഹാബുദ്ദീനെ പിടികൂടാനായി പോലീസ് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. ശരിക്കും പോലീസ് ഒരു വേട്ട ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ മുഹമ്മദ് ഷിഹാബുദ്ദീനെ പിടികൂടാനുള്ള വേട്ട. വേട്ടക്കാരായ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാനായി ഒളിവ് സങ്കേതങ്ങൾ ഷിഹാബുദ്ദീൻ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ISI ഷിഹാബുദ്ദീനെ കോൺടാക്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ ആ സമയത്ത് ജയ് സാഹിബ് എന്ന കോഡ് നെയിമിൽ വർക്ക് ചെയ്യുന്ന ഒരു ISI ഏജന്റ് ഉണ്ട്. അയാൾക്ക് നേപ്പാളിൽ മറ്റൊരു ഏജന്റുമായി കണക്ഷൻ ഉണ്ട്. നേപ്പാളിലെ ആ ISI ഏജന്റ് സലീം മിയാൻ അൻസാരിയാണ്. അൻസാരി ഒരു ചെറിയ പുള്ളിയൊന്നുമല്ല. അയാൾ നേരത്തെ നേപ്പാൾ സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ്. അയാളൊരു മാഫിയ ലീഡറുമാണ്. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അനിഷേധ്യ നേതാവ് കൂടിയാണ് ഈ ISI ഏജന്റ്. ISIയുടെ നിർദ്ദേശപ്രകാരം നേപ്പാളിലുള്ള അൻസാരിയുടെ വീട്ടിൽ ഈ ജയ് സാഹിബ് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ മീറ്റിംഗിലേക്ക് അവർ ഷിഹാബുദ്ദീനെ കൂടി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഷിഹാബുദ്ദീന് നേരത്തെ പരിചയമുള്ള വ്യക്തിയാണ്
ജയ് സാഹിബ് എന്ന് കോഡ് നെയിമിൽ അറിയപ്പെടുന്ന ആ ബംഗ്ലാദേശുകാരൻ, അയാളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതും ഷിഹാബുദ്ദീൻ നേപ്പാളിലേക്ക് തിരിച്ചു. IS മീറ്റിംഗിൽ പങ്കെടുക്കാനായി നേപ്പാളിലേക്ക് പോവുകയായിരുന്ന മുഹമ്മദ് ഷിഹാബുദ്ദീൻ കൂടെ കൂട്ടിയത് ഭൂപീന്ദർ സിംഗ് ത്യാഗിയാണ്. ഭൂപീന്ദർ സിംഗ് ത്യാഗി ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. ഉത്തർപ്രദേശിലെ ബുലന്ദർ ഷഹർ ഡിസ്ട്രിക്റ്റിലെ കിസോല എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ത്യാഗി. ഈ ത്യാഗിയുടെ പിതാവ് ഒരു വസ്ത്ര വ്യാപാരിയാണ്. അയാൾക്ക് മാർക്കറ്റിൽ ഒരു കടയുണ്ട്. മാർക്കറ്റ് ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗുണ്ടകൾ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. അവർ കടക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കാറുണ്ട്. ഒരു ദിവസം ത്യാഗി അവൻ്റെ അച്ഛനോടൊപ്പം കടയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഒരു ഗുണ്ട ആ കടയിൽ പിരിവിന് വരുന്നത്. അയാളുടെ കട അവിടെ നടത്താൻ അനുവദിക്കണമെങ്കിൽ ഒരു വലിയ സംഖ്യ ആ ഗുണ്ടയ്ക്ക് കൊടുക്കണമെന്ന് ആ ഗുണ്ട ത്യാഗിയുടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അയാൾ വിസമ്മതിച്ചു. ഗുണ്ടയുടെ സ്വഭാവം മാറി. ഗുണ്ട ത്യാഗിയുടെ അച്ഛനെ അവിടെ ഇട്ട് മർദ്ദിക്കാൻ തുടങ്ങി. തൻ്റെ കൺമുന്നിലിട്ട് അച്ഛനെ മർദ്ദിക്കുന്ന കണ്ട ത്യാഗി തുണി അളക്കാൻ ഉപയോഗിക്കുന്ന ആ ഇരുമ്പിലുള്ള സ്കെയിലെടുത്ത് ഒരൊറ്റ അടി. ആ അടി ആ ഗുണ്ടയുടെ തലയിൽ തന്നെ പതിച്ചു. ഒറ്റ അടിക്ക് ആ തല രണ്ടായി പിളർന്നു. തല രണ്ടായി പിളർന്ന ഗുണ്ട താഴേക്ക് വീണ് ആ നിമിഷത്തിന് കൊല്ലപ്പെട്ടു. ആ ഗുണ്ട കൊല്ലപ്പെട്ടത് കണ്ടതും ഭയന്നുപോയ ത്യാഗി ഒരൊറ്റ ഓട്ടം. അവിടെ നിന്നാൽ പോലീസിന്റെ പിടിയിലാകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവൻ ഓടിയത്. അവന് പ്രായം അന്ന് വെറും 18 വയസ്സാണ്. ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോടിയ ത്യാഗി ആരെയും ശ്രദ്ധയപ്പെടാതെ ഒരു സ്ഥലത്ത് ഒളിവിൽ കഴിയുകയാണ്. കുറച്ചു ദിവസം ഒളിവിൽ കഴിഞ്ഞ ത്യാഗി ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് നീങ്ങി ചില ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു തുടങ്ങിയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ ഒരു ദിവസം അവനൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അവന്റെ സുഹൃത്ത് ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് അംബാല ജയിലിലായിരുന്നു. ആ ജയിലിൽ വെച്ച് അവനുണ്ടായ ഒരു തിക്ത അനുഭവമാണ് ആ സുഹൃത്ത് ത്യാഗിയോട് പങ്കുവച്ചത്. ആ ജയിലിലുള്ള ഒരു ജയിലർ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് അവനെ വിധേയനാക്കിയ കാര്യമാണ് ത്യാഗിയോട് അവൻ പറഞ്ഞത്. സുഹൃത്ത് ത്യാഗിയോട് ആവശ്യപ്പെടുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ആ ജയിലർക്കിട്ട് 2 തല്ല് കൊടുക്കണം. ത്യാഗി ഒരാളെ കൊന്ന് അനുഭവ പരിജ്ഞാനമുള്ള ആളായതുകൊണ്ട് അവന് ഒരാളെ തല്ലാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് ആ സുഹൃത്തിന് തോന്നിയത് കൊണ്ടാണ് അവൻ ത്യാഗിയോട് ആ കാര്യം പറഞ്ഞത്. ത്യാഗിയുടെ സുഹൃത്ത് ആവശ്യപ്പെട്ടതിനും അപ്പുറമാണ് ത്യാഗി ചെയ്തത്. ആ ജയിലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ത്യാഗി പതിയിരുന്ന് അയാളെ ആക്രമിച്ചത് മാത്രമല്ല അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആവശ്യമുണ്ടെങ്കിൽ ആളുകളെ കൊല്ലാമെന്നൊരു ഫീല് ത്യാഗിക്ക് വന്നു തുടങ്ങിയത് കൊണ്ടാണ് ത്യാഗി ആ ജയിലിൽ അങ്ങ് കൊന്നത്. അംബാല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആ സുഹൃത്തിന്റെ സാന്നിധ്യത്തിലാണ് ത്യാഗി ആ കൊലപാതകം നടത്തിയത്. സ്വാഭാവികമായിട്ടും ആ സുഹൃത്ത് അവന്റെ ക്രിമിനൽ ഫ്രണ്ട്സിനോടൊക്കെ ത്യാഗിയുടെ ധീരതയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു തുടങ്ങിയാണ്. ത്യാഗി കണ്ണ് ചിമ്മാതെ ആ ജയിലറുടെ കഴുത്ത് ഞെരിച്ചു കൊന്ന കഥ അവൻ സവിസ്തരം പറയുമ്പോൾ സ്വാഭാവികമായി പൊടിപ്പ് തൊങ്ങിലും വെച്ച് അവന്റെ സുഹൃത്തുക്കൾ മറ്റാളുകളോടും ആ കഥ പറയും. പതുക്കെ പതുക്കെ ത്യാഗിയുടെ കുപ്രസിദ്ധി പലരുടെയും ചെവിയിലെത്തി. അങ്ങനെ ത്യാഗിയുടെ കുപ്രസിദ്ധിയെക്കുറിച്ച് അറിഞ്ഞ ഒരു ബിസിനസ്സുകാരൻ ത്യാഗിക്ക് ഒരു ഓഫർ വെച്ചു. ത്യാഗിക്ക് അയാൾ 3 ലക്ഷം രൂപ കൊടുക്കും. അയാൾക്ക് അയാളുടെ എതിരാളിയായ മിൽ ഓണറെ അവസാനിപ്പിക്കണം. ആ കൊട്ടേഷൻ ഏറ്റെടുത്ത ത്യാഗി മിൽ ഓണറെ നിമിഷ നേരം കൊണ്ടാണ് ഇല്ലാതാക്കിയത്. അതിന് പ്രതിഫലമായി ലഭിച്ച ആ 3 ലക്ഷം രൂപ ത്യാഗി ഉപയോഗപ്പെടുത്തിയത് 2 ചൈനീസ് നിർമ്മിത തോക്കുകൾ വാങ്ങാൻ വേണ്ടിയാണ്. 2 അടിപൊളി ചൈനീസ് നിർമ്മിത തോക്കുകൾ കൈവശമുള്ള ത്യാഗി അയാളുടേതായ ഒരു ടീം പതുക്കെ രൂപീകരിച്ചു. ശരിക്കും എന്ത് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ഗ്യാങ് പതുക്കെ ത്യാഗിക്കൊപ്പം ഉണ്ടായി വരികയാണ്. ഈ സമയത്താണ് ബീഹാറിലെ ഗോപാൽഗഞ്ചിലുള്ള ഒരു കൊടും ഭീകരൻ ഹരേറാം സന്ത് ഉത്തർപ്രദേശിലുള്ള ത്യാഗിയുടെ ആ ജില്ലയിലേക്ക് വരുന്നത്. അയാളുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടിയാണ് ആ കൊടും ക്രിമിനൽ അവിടെ വന്നത്. അവിടെ വെച്ചാണ് സന്ത് ത്യാഗിയെ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവർ സുഹൃത്തുക്കളായി. ശരിക്കും സന്തും ത്യാഗിയും ഒരേ ടീമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന കക്ഷികൾ തന്നെയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ രൂപീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 95-ൽ ഉത്തർപ്രദേശ് പോലീസ് ത്യാഗിയെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ത്യാഗിയെ റൂക്കിയിലുള്ള ജയിലിലാണ് പോലീസ് പാർപ്പിച്ചിരിക്കുന്നത്. 95-ൽ ത്യാഗി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ
ടാങ്കിക്കെതിരെ ഒത്തിരിയേറെ കേസുകളുണ്ട്. ജയിലിന്റെ മതിലിടിഞ്ഞാൽ പോലും ടാങ്കിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത്രയേറെ കേസുകളാണ് ടാങ്കിക്കെതിരെ ഉള്ളത്. ഒരു കാരണവശാലും ജയിലിൽ നിന്ന് മോചനം ലഭിക്കില്ല എന്നറിയാവുന്ന ടാങ്കി രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുയോജ്യമായ ഒരു സമയം ടാങ്കി നോക്കിയിരിക്കുമ്പോൾ 97ന്റെ അവസാനം ടാങ്കിക്ക് ഒരു അവസരം കിട്ടി. ഒരു കേസിന്റെ വിചാരണയ്ക്ക് വേണ്ടി മുസഫർ നഗറിലേക്ക് ജയിലിൽ നിന്ന് ടാങ്കിയെ കൊണ്ടുവരുന്നതിനിടയിൽ ടാങ്കി സന്തിന്റെ സഹായത്തോടു കൂടി പോലീസുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ടാങ്കി പൊങ്ങിയത് ബീഹാറിലാണ്. ബീഹാറിലെ ഗോപാൽഗഞ്ച് ശരിക്കും അധോലോക തലസ്ഥാനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ടാങ്കി എത്തിയത്. ടാങ്കിയെ സന്ത് 2 കൈ നീട്ടി സ്വീകരിച്ചു. ഗോപാൽഗഞ്ചിൽ സന്തിനൊപ്പം ടാങ്കി എത്തി അധിക ദിവസം കഴിയുമ്പോൾ തന്നെ സന്തിന് ഒരു കാര്യം മനസ്സിലായി. ടാങ്കി വൻതോതിൽ പൊട്ടൻഷ്യലുള്ള കക്ഷിയാണ്. അവന് വളരാൻ കുറെ കൂടി ഒരു വലിയ ഗ്യാങ് ആണ് നല്ലതെന്ന് സന്തിന് തോന്നിയപ്പോൾ സന്ത് ടാങ്കിയെ മുഗൾ രാജ് എന്ന ലോക്കൽ പൊളിറ്റീഷ്യന് പരിചയപ്പെടുത്തി. മുഗൾ രാജ് ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അയാൾ ഒരു മാഫിയ ഡോണു കൂടിയാണ്. മുഗൾ രാജിനൊപ്പം കൂടിയ ടാങ്കിയെ മുഗൾ രാജ് മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി. അതാണ് സൂരജ് ഭാൻ. സൂരജ് ഭാൻ ബീഹാറിലെ അറിയപ്പെടുന്ന ക്രിമിനലും അതേസമയം MLA-യുമാണ്. ബീഹാറിൽ ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് MLA ആകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ശരിക്കും ആളുകൾക്ക് ഈ ക്രിമിനലിനോട് അവിടെ ഒരു വല്ലാത്ത ഇഷ്ടമാണെന്ന് തോന്നുന്നു. MLA ആയ സൂരജ് ഭാനൊപ്പം കൂടിയ ടാങ്കിക്ക് ശരിക്കും അയാൾക്കൊപ്പമുള്ള ജീവിതം ഒരു പരിശീലന കാലഘട്ടമായിരുന്നു. AK-47 തോക്ക് ഉപയോഗിക്കാനും സെമി ഓട്ടോമാറ്റിക് ഗണ്ണുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനമൊക്കെ ടാങ്കിക്ക് ലഭിക്കുന്നത് സൂരജ് ഭാൻ MLA-ക്ക് ഒപ്പം നിൽക്കുമ്പോഴാണ്. ടാങ്കി സൂരജ് ഭാന് വേണ്ടി 2 ഡസൻ കൊലപാതകങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടത്തിയത്. സൂരജ് ഭാൻ ഏറ്റെടുക്കുന്ന കൊട്ടേഷൻ അത് എവിടെയാണെങ്കിലും ടാങ്കി അത് വിജയിപ്പിച്ചിരിക്കും. സൂരജ് ഭാൻ ഏറ്റെടുക്കുന്ന കൊട്ടേഷൻ വൻ ബിസിനസ്സുകാരെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ ഇല്ലാതാക്കാനോ ഒക്കെ ആവും. ആര് ആണ് എന്നത് ടാങ്കിക്ക് വിഷയമേ അല്ല. ടാങ്കി അവരെ ഒഴിവാക്കിയിരിക്കും. ടാങ്കിയുടെ അൺബിലീവബിൾ ആയിട്ടുള്ള ആ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ സൂരജ് ഭാൻ 98-ൽ മുഗൾ രാജിനോട് ടാങ്കി മുഹമ്മദ് ഷിഹാബുദ്ദീന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. മുഹമ്മദ് ഷിഹാബുദ്ദീൻ ബീഹാറിലെ സകല ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ഒരു ആരാധന കഥാപാത്രമാണല്ലോ. സ്ഥിരമായി ലോക്സഭ ഇലക്ഷനിൽ ജയിക്കുന്ന മുഹമ്മദ് ഷിഹാബുദ്ദീന് ടാങ്കിയെ പോലെ ഒരാളുടെ സഹായം ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്ന് സൂരജ് ഭാനിന് തോന്നിയതുകൊണ്ടാണ് മുഗൾ രാജിനോട് ടാങ്കി മുഹമ്മദ് ഷിഹാബുദ്ദീനെ ഇൻട്രൊഡ്യൂസ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. മുഗൾ രാജ് അങ്ങനെയാണ് 98-ൽ ടാങ്കി മുഹമ്മദ് ഷിഹാബുദ്ദീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1998-ൽ മുഹമ്മദ് ഷിഹാബുദ്ദീനൊപ്പം കൂടിയ ടാങ്കി മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ ഓർഡർ പ്രകാരം കൊലപാതകങ്ങളുടെ ഒരു വൻ നിര തന്നെ അങ്ങ് നടത്തിയെന്ന് പറയാം. ആളുകളെ കൊല്ലുന്നതിൽ ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തുമില്ലാത്ത ടാങ്കിക്ക് കൊല എന്ന് പറയുന്നത് ഒരു ഹരമായിരുന്നു. അങ്ങനെ അയാൾ നടത്തിയ കൊലകളിൽ ഒന്ന് ശരിക്കും സെൻസേഷണലായി. 2000 ആണ്ടിൽ മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ വലങ്കയായ മനോജ് കുമാർ പപ്പു ഒരു കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് കോടതിയിലുണ്ട്. ആ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ വക്കീൽ മനോജ് കുമാറിനെ ഏതാണ്ട് നിർത്തി പൊരിക്കുകയാണ്. മനോജ് കുമാർ അകത്താകും എന്ന ശൈലിയിലാണ് വിചാരണ നടക്കുന്നത്. വിചാരണ ആ ശൈലിയിൽ മുന്നോട്ട് പോയാൽ മനോജ് കുമാർ അകത്താകുമെന്ന് 100% ഉറപ്പ്. സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഇടപെട്ടു. വക്കീലിനോട് പ്രോസിക്യൂഷന്റെ വക്കാൽ ഒഴിയണമെന്ന് ഷിഹാബുദ്ദീൻ നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും വക്കീൽ വിസമ്മതിച്ചു. സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഷിഹാബുദ്ദീൻ ആ ദൗത്യം ടാങ്കിക്ക് കൈമാറി. ടാങ്കി വക്കീലിനെ കാണാനായി വക്കീലിന്റെ വീട്ടിൽ വന്നു. വക്കീലിനോട് ആ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ടാങ്കി ആവശ്യപ്പെട്ടു. വക്കീല് വിസമ്മതിച്ചു. അടുത്ത നിമിഷത്തിൽ തോക്കെടുത്ത ടാങ്കി വക്കീലിനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ മകനെയും ആ രംഗത്തിന് ദൃക്സാക്ഷിയായ വക്കീലിന്റെ ഭാര്യയും ടാങ്കി അവിടെ ഇട്ടിനെ വെടിവെച്ചു കൊന്നു. ശരിക്കും ബീഹാറിനെ ഈ സംഭവം ഒന്ന് പിടിച്ചു കുലുക്കിയിരുന്നു. മുഹമ്മദ് ഷിഹാബുദ്ദീനുമായി കണക്ട് ചെയ്തുകൊണ്ട് പത്രങ്ങളിൽ അതൊരു വലിയ വാർത്ത തന്നെയായി മാറി. ഇതിനുശേഷമാണ് 2001 ഫെബ്രുവരിയിൽ ഒരു കൂട്ടക്കൊല ടാങ്കി നടത്തുന്നത്. ടാങ്കിയുടെ ഗ്യാങ് മെമ്പറായ ഒരാളുടെ സഹോദരിയെ ഒരു ചെറുപ്പക്കാരൻ പ്രണയിക്കുകയും ആ പെൺകുട്ടിയുമായി അയാൾ ഒളിച്ചോടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ടാങ്കി ഇടപെടുന്നത്. ടാങ്കി മുരാരിയെ ആക്രമിക്കാനാണ് ലക്ഷ്യമിട്ടത്. ആ സമയത്ത് മുരാരിക്ക് സപ്പോർട്ടുമായി എത്തിയ അനവധി ആളുകൾ ടാങ്കിയെ എതിർത്തപ്പോൾ ടാങ്കി അവർക്കെതിരെ നിറയൊഴിക്കുകയായിരുന്നു. ശരിക്കും ടാങ്കി അയാളുടെ കയ്യിലുണ്ടായിരുന്ന AK-47 കൊണ്ട് ഒരു നായാട്ട് തന്നെ നടത്തി. ആ
നരനായാട്ടിൽ കൊല്ലപ്പെട്ടത് 7 ആളുകളാണ്. 19 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബീഹാറിന് അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകൊലയ്ക്ക് ആ കൂട്ടക്കൊല അറിയപ്പെടുന്നത് റോഷാര കൂട്ടക്കൊല എന്നാണ്. ഈ കൂട്ടക്കൊല കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴാണ് മുഹമ്മദ് ഷിഹാബുദ്ദീനൊപ്പം ത്യാഗി കാഠ്മണ്ഡുവിൽ എത്തുന്നത്. ISയുടെ കയ്യിൽ നിന്ന് തെഹൽക്കയുടെ ഓണേഴ്സിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത മുഹമ്മദ് ഷിഹാബുദ്ദീൻ ത്യാഗിയെ ദില്ലിയിലേക്ക് അയച്ചു. ദില്ലിയിൽ എത്തിച്ചേർന്ന ത്യാഗി ക്രിമിനൽ സ്വഭാവമില്ലാത്ത ചില ആളുകളെയൊക്കെ കൂട്ടുപിടിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ സഹായത്താൽ ആ തെഹൽക്ക എഡിറ്റേഴ്സിനെ നിരീക്ഷിച്ചു തുടങ്ങി. ആ തെഹൽക്ക എഡിറ്റേഴ്സ് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഓഫീസിൽ വരുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ അവർ നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. ആ എഡിറ്റേഴ്സിനെ എവിടെ വെച്ച് കൊല്ലണം, എപ്പോൾ കൊല്ലണം എന്നീ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാണ് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ചെയ്യുന്ന കാര്യങ്ങൾ അന്നോടൊന്ന് ത്യാഗി കാഠ്മണ്ഡുവിലുള്ള ഒരു നമ്പറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാഠ്മണ്ഡുവിലുള്ള ആ നമ്പറിലേക്ക് ത്യാഗി അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം തികച്ചും യാദൃശ്യവശാൽ റോയുടെ ഒരു ഉദ്യോഗസ്ഥൻ കോളുകൾ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ ആ കോള് ശ്രവിക്കാൻ ഇടവന്നത്. ദില്ലിയിൽ നിന്ന് ഒരു വ്യക്തി കാഠ്മണ്ഡുവിലെ ഒരു വ്യക്തിയോട് സംസാരിച്ച ആ വിഷയമാണ് അയാളെ ഒന്ന് ആകർഷിച്ചത്. അയാൾ വ്യക്തമായി ആ കാര്യം കേട്ടു. തെഹൽക്കയുടെ എഡിറ്റേഴ്സിന്റെ വീടും അവരുടെ ഓഫീസും കൃത്യമായും നിരീക്ഷിച്ചിരിക്കുന്നുവെന്നാണ് ദില്ലിയിൽ നിന്ന് വിളിച്ച വ്യക്തി കാഠ്മണ്ഡുവിലെ വ്യക്തിയോട് പറഞ്ഞത്. ആ ഇൻഫർമേഷൻ കൃത്യമായും മനസ്സിലാക്കിയ റോയിലെ ഉദ്യോഗസ്ഥൻ അത് അന്ന് തന്നെ അപ്പോൾ തന്നെ ദില്ലി സ്പെഷ്യൽ പോലീസിന് റിപ്പോർട്ട് ചെയ്തു. ദില്ലി സ്പെഷ്യൽ പോലീസിന്റെ ഒരു പ്രത്യേക ടീം ആ നിമിഷം മുതൽ കാഠ്മണ്ഡുവിലെ ആ നമ്പർ ശ്രദ്ധിച്ചു തുടങ്ങി. കാഠ്മണ്ഡുവിലെ നമ്പറിലേക്ക് വിളിച്ച ഫോണ് സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓൺ ആയിരിക്കുന്നത് കാഠ്മണ്ഡുവിലെ നമ്പർ മാത്രമാണ്. കാഠ്മണ്ഡുവിലെ നമ്പറിലേക്ക് വരുന്ന കോളുകളും പോകുന്ന കോളുകളുമാണ് അവർ നിരന്തരമായി നിരീക്ഷിക്കുന്നത്. റോയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഇൻഫർമേഷന് കണക്ട് ചെയ്തുകൊണ്ട് ഇനിയും ഒരുപാട് വിവരങ്ങൾ അവർക്ക് അറിയണം. ആരാണ് തെഹൽക്കയുടെ എഡിറ്റേഴ്സിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നത്, എവിടെ വെച്ചാണ് ആക്രമിക്കാൻ പോകുന്നത്, എന്നാണ് ആക്രമിക്കാൻ പോകുന്നത്, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി 24 മണിക്കൂറും കാഠ്മണ്ഡുവിലെ ആ ഫോൺ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് അടുത്ത ദിവസങ്ങൾ കേൾക്കാൻ കഴിഞ്ഞത് തികച്ചും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വിഷയങ്ങളാണ്. സ്ഥലം വാങ്ങുന്നതും വിൽക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ആ ഫോണിലൂടെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. നിരാശരാകാതെ ദില്ലി പോലീസ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഹയർ ഒഫീഷ്യൽസിന് ശരിക്കും ഒരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. തെഹൽക്ക വാജ്പേയി സർക്കാരിനെ ഏതാണ്ട് വെള്ളം കുടിപ്പിക്കുന്ന ശൈലിയിലുള്ള വാർത്തയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെഹൽക്കയ്ക്കെതിരായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ആ സമയത്ത് തെഹൽക്കയുടെ എഡിറ്റേഴ്സ് ദില്ലിയിൽ വെച്ച് കൊല്ലപ്പെട്ടാൽ സകല വിരലും വാജ്പേയി സർക്കാരിനെതിരെയായിരിക്കും ചൂണ്ടപ്പെടുക. വാജ്പേയി സർക്കാർ ആ കാരണത്താൽ നിലംപതിക്കാനും സാധ്യതയുണ്ട്. വാജ്പേയി സർക്കാരിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കാൻ കഴിയുന്ന ഒരു കൊലപാതകമാണ് നടക്കാൻ പോകുന്നത്. ഒന്നല്ല, 2 ആളുകളെയാണ് കൊലപാതകികൾ ടാർഗറ്റ് ചെയ്യുന്നത്. ആരാണ് ആ കൊല ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഇതുവരെയും പോലീസിന് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഫോൺ കോൾ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നതോറും പോലീസിന്റെ ഹയർ ഒഫീഷ്യൽസിന് ശരിക്കും ഒരു സംശയം ഉണ്ടാവുകയാണ്. അവരങ്ങനെ കാത്തിരിക്കുന്നതിനിടയിൽ ആ എഡിറ്റേഴ്സ് കൊല്ലപ്പെട്ടാലോ? അങ്ങനെയാണെങ്കിൽ എഡിറ്റേഴ്സിനെ ഒന്ന് വാൺ ചെയ്യുന്നത് നല്ലതല്ലേ? അങ്ങനെ ചിന്ത പെട്ടെന്ന് കടന്നു വരികയാണ്. തെഹൽക്കയുടെ ആ 2 എഡിറ്റേഴ്സിനെയും വിവരം അറിയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. ആത്യന്തികമായി തെഹൽക്കയുടെ ആ എഡിറ്റേഴ്സ് മാധ്യമ പ്രവർത്തകരാണ്. അവരുടെ ജീവവായു എന്ന് പറയുന്നത് വാർത്തയാണ്. അവർക്ക് നേരെയുള്ള ആ അസാസിനേഷൻ അറ്റംപ്റ്റ് സ്വാഭാവികമായിട്ടും അവരൊരു വാർത്തയാക്കി മാറ്റും. ചിലപ്പോൾ ആ വാർത്ത വളച്ചൊടിക്കപ്പെട്ട് സർക്കാരിന് എതിരായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തെഹൽക്കയുടെ ആ എഡിറ്റേഴ്സിനെ ഒരു കാരണവശാലും വിവരം അറിയിക്കരുതെന്ന് ഏതാണ്ട് ഹയർ ഒഫീഷ്യൽസ് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ സമയത്താണ് CBIയിൽ എക്കണോമിക് ഒഫൻസ് വിങ്ങിൽ നീരജ് കുമാർ IPS ചാർജ് എടുക്കുന്നത്. ദില്ലി സ്പെഷ്യൽ സെല്ലുമായി ശരിക്കും ഊഷ്മളമായി ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നീരജ് കുമാർ IPS.
അദ്ദേഹം നേരത്തെ ദില്ലി പോലീസിന്റെ ഭാഗമായിരുന്നതാണ്. ദില്ലി പോലീസിൽ നിന്ന് നീരജ് കുമാർ തെഹൽക്ക എഡിറ്റേഴ്സിനെതിരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടക്കുന്ന കാര്യം അങ്ങനെയാണ് അറിയുന്നത്. അന്ന് മുതൽ നീരജ് കുമാറും ആ അന്വേഷണത്തിന്റെ ഭാഗമാണ്. എല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം കാഠ്മണ്ഡുവിലേക്ക് വിളിക്കപ്പെട്ട കോളിൽ നിന്ന് അവർക്ക് നിർണായകമായ ഒരു ഇൻഫർമേഷൻ ലഭിച്ചു. ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ന്യൂഡൽഹി കർണാൽ ഹൈവേയിൽ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു ടാറ്റ സഫാരി അവരുടെ മുന്നിലെത്തി. ശരിക്കും അപ്രതീക്ഷിതമായി വൻതോതിൽ പോലീസ് ആ ടാറ്റ സഫാരി വളയപ്പെട്ടപ്പോൾ ആ വാഹനത്തിനകത്തുണ്ടായിരുന്ന ആളുകൾക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷൽ ത്യാഗിയും ഉണ്ട്. അവർ ആ തെഹൽക്ക എഡിറ്റേഴ്സിനെ വകവരുത്താനായി ആ ടാറ്റ സഫാരിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. ത്യാഗി അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ത്യാഗിയെ ഉപയോഗിച്ച് തേജ്പാലിനെയും അനിരുദ്ധയും കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത് മുഹമ്മദ് ഷിഹാബുദ്ദീനാണെന്ന് വ്യക്തമായ പോലീസ് അയാൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. വിവരമറിഞ്ഞ മുഹമ്മദ് ഷിഹാബുദ്ദീൻ ശരിക്കും ആ നിമിഷം മുതൽ ഏതാണ്ട് അപ്രത്യക്ഷമായതുപോലെയായി. ഈ സമയത്താണ് നീരജ് കുമാർ IPS അദ്ദേഹത്തിന്റെ ജന്മനാടായ ബീഹാറിലെ പാറ്റ്നയിൽ പോകുന്നത്. ഒരു ഫാമിലി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നീരജ് കുമാർ എയർപോർട്ടിൽ ദില്ലി വിമാനം കാത്തിരിക്കുകയാണ്. അവിടെ ആ VIP ലോഞ്ചിൽ നീരജ് കുമാർ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എയർപോർട്ട് ഉദ്യോഗസ്ഥന്റെ അകമ്പടിയോടുകൂടി ഒരു വ്യക്തിയും അയാളുടെ സഹായിയും ആ VIP മുറിയിലേക്ക് കടന്നു വന്നു. അകത്തേക്ക് വന്ന ആ ടീമിലെ കോട്ടുധാരി നീരജ് കുമാർ ഇരിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 20 അടി മാറി ഒരു സോഫയിൽ ഇരിപ്പുറപ്പിച്ചു. അയാളുടെ തൊട്ടടുത്ത് സൂട്ട്കേസുമായിട്ട് അയാളുടെ ആ സഹായി നിൽപ്പുണ്ട്. എയർപോർട്ടിലെ ഉദ്യോഗസ്ഥൻ അവരൊന്ന് വണങ്ങിയിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ആ സോഫയിൽ വന്നിരുന്ന മനുഷ്യനെ ഏകദേശം 20 അടി ദൂരെ ഇരിക്കുന്ന നീരജ് കുമാർ കണ്ടു. നീരജ് കുമാറിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിടികെട്ട പുള്ളിയായി നീരജ് കുമാറും കൂട്ടരും കരുതിയിരിക്കുന്ന സാക്ഷാൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ MP ആണ് അവിടെ ആ എയർപോർട്ടിൽ VIP ലോഞ്ചിൽ ഇരിക്കുന്നത്. മുഹമ്മദ് ഷിഹാബുദ്ദീനെ പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ നീരജ് കുമാർ ആദ്യം ഒന്ന് പതറി. പിന്നെ നീരജ് കുമാറിന് ഒരു സംശയം, ഇത് യഥാർത്ഥത്തിൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ തന്നെയാണ്. ആ സംശയം തീർക്കാൻ വേണ്ടി നീരജ് കുമാർ അയാൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് പതുക്കെ പുറത്തേക്ക് നടന്നു. അവിടെ ആ VIP മുറിയുടെ വാതിലിന് പുറത്തായി ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽപ്പുണ്ട്. ആ സെക്യൂരിറ്റി ഗാർഡ് CRPF എന്നുള്ള ആളാണ്. അയാളുടെ അടുത്തെത്തിയ നീരജ് കുമാർ അയാളോട് പറഞ്ഞു, ഞാൻ നീരജ് കുമാർ IPS CBI ഉദ്യോഗസ്ഥനാണ്. സർ എന്താ വേണ്ടേ? അവിടെ ആ അകത്തിരിക്കുന്ന വ്യക്തി അറിയൂ. നീരജ് കുമാർ ആ ചോദ്യം ആ CRPF ഭടനോട് ചോദിച്ചതും അയാൾ തിരിഞ്ഞു നോക്കാതെ നീരജ് കുമാറിനോട് പറഞ്ഞു, സർ അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണത്. ആരാണ് എന്ന് പറയാതെ വളരെ വ്യക്തമായി അയാൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് ഷിഹാബുദ്ദീൻ എന്ന പേര് അവിടെ ഉച്ചരിക്കാതിരിക്കാൻ നീരജ് കുമാറും അതുപോലെ ആ CRPF ഭടനും ബോധപൂർവം ശ്രമിച്ചിരിക്കുകയാണ്. തന്റെ സംശയം ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. പിടികിട്ട പുള്ളിയായ മുഹമ്മദ് ഷിഹാബുദ്ദീനാണ് അവിടെ ആ VIP ലോഞ്ചിലിരിക്കുന്നത്. എന്താ ഇനി ചെയ്യേണ്ടത്? അങ്ങനെ നീരജ് കുമാർ ആലോചിക്കുമ്പോൾ അവിടെ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങി. പാറ്റ്നയിൽ നിന്ന് ദില്ലിയിലേക്കുള്ള വിമാനം പുറപ്പെടാൻ തയ്യാറാണെന്നും യാത്രക്കാർ വിമാനത്തിലേക്ക് കയറണമെന്നുള്ള അനൗൺസ്മെന്റാണ് അവിടെ മുഴങ്ങിയത്. പെട്ടെന്നാണ് ആ അനൗൺസ്മെന്റ് മുഴങ്ങിയത്. ഒരു നിമിഷം ലേശം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും നീരജ് കുമാർ ഉടൻ തന്നെ ദില്ലിയിലുള്ള രാജ്പീറിനെ വിളിച്ചു. ദില്ലി പോലീസിലെ സ്പെഷ്യൽ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് രാജ്പീർ. നേരത്തെ ദില്ലി പോലീസിൽ നീരജ് കുമാർ വർക്ക് ചെയ്യുമ്പോൾ നീരജ് കുമാറിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഈ രാജ്പീർ. രാജ്പീറിനെ വിളിച്ച നീരജ് കുമാർ രാജ്പീറിനോട് പറഞ്ഞു, രാജ്പീർ, ഞാനിപ്പോൾ പാറ്റ്നയിലുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ദില്ലിയിലേക്ക് വരികയാണ്. ഈ പാറ്റ്ന ദില്ലി വിമാനം ദില്ലിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ നീ കുറച്ച് പോലീസുകാരുമായി അവിടെ ഉണ്ടാകണം. ഒരാളെ പൊക്കാനാണ്. നീരജ് കുമാറിന്റെ നിർദ്ദേശം കിട്ടിയതും രാജ്പീർ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. രാജ്പീറിനോട് നീരജ് കുമാർ സംസാരിക്കുമ്പോൾ തന്നെ നീരജ് കുമാർ ആ കാഴ്ച കണ്ടിരുന്നു. മുഹമ്മദ് ഷിഹാബുദ്ദീനും അയാളുടെ അസിസ്റ്റന്റും വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി മുന്നോട്ട് നടക്കുന്നത്.
ശരിക്കും അവരിയ്ക്കുന്ന ഭാഗത്തുനിന്ന് വാതിൽ വഴി പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു ബസ്സുണ്ട്. ബസ്സിൽ കയറിയാണ് വിമാനത്തിലേക്ക് പോകാൻ. നീരജ് കുമാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ബസ്സിൽ ഷിഹാബുദ്ദീനും അയാളുടെ ശിഷ്യനും കയറുന്നത് നീരജ് കുമാർ കണ്ടു. അവരുടെ ബസ് മൂവ് ചെയ്യാണ്. നീരജ് കുമാർ രാജ്ബീറിനോട് ദില്ലി വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് നേരെ ആ വാതിൽക്കലേക്ക് വന്നു. അടുത്ത ബസ്സിൽ നീരജ് കുമാറും വിമാനത്തിനടുത്തെത്തി. വിമാനത്തിനകത്തേക്ക് നീരജ് കുമാർ കടക്കുമ്പോൾ നീരജ് കുമാറിന്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഷിഹാബുദ്ദീനിലാണ്. അവിടെ 12F എന്ന സീറ്റിലാണ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഇരിക്കുന്നത്. നീരജ് കുമാർ തന്റെ ലഗേജ് ആ ലഗേജ് വെക്കുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടി അല്പം സമയമെടുത്തു. ശരിക്കും ആ സമയത്ത് നീരജ് മുഹമ്മദ് ഷിഹാബുദ്ദീനെയും അവന്റെ ശിഷ്യനെയും കൃത്യമായി നിരീക്ഷിക്കുകയാണ്. മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ ശിഷ്യൻ കുറച്ച് പുറകിലാണ് ഇരിക്കുന്നത്. അവർ രണ്ടുപേരും നോക്കിയിട്ട് നീരജ് അയാളുടെ സീറ്റിലേക്ക് വന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്തു. ശരിക്കും ഒരു ടെൻഷനിലാണ് ഇപ്പോൾ നീരജ് കുമാർ. അതേ സമയത്ത് വളരെ ആഹ്ലാദവും നീരജ് കുമാറിനുണ്ട്. പിടികിട്ടാപ്പുള്ളിയായ മുഹമ്മദ് ഷിഹാബുദ്ദീനെ തന്റെ സാന്നിധ്യത്തിൽ ദില്ലിയിൽ എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആ രംഗം നീരജ് കുമാറിന് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുകയാണ്. ശരിക്കും സന്തോഷത്തോടുകൂടി നീരജ് കുമാർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അനൗൺസ്മെന്റ് മുഴങ്ങുന്നത്. വിമാനം റാഞ്ചിയിൽ ഇറങ്ങാൻ പോവുകയാണ്, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുക. റാഞ്ചിയിൽ വിമാനം ഇറങ്ങാൻ പോകുന്നെന്ന് കേട്ട നിമിഷത്തിൽ നീരജ് കുമാർ ശരിക്കൊന്ന് നടുങ്ങി എന്ന് പറയാം. ദില്ലിയിലേക്കാണ് ആ വിമാനം എന്ന് കരുതി മുഹമ്മദ് ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്യാനുള്ള ആളുകളെയൊക്കെ നീരജ് കുമാർ സംഘടിപ്പിച്ചിരിക്കുന്നത് ദില്ലിയിലാണ്. പക്ഷെ ഇപ്പോൾ റാഞ്ചിയിൽ വിമാനം ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കയ്യിൽ കിട്ടിയ പ്രതി ഇതാ വഴുതി പോവുകയാണ്. അങ്ങനെ നീരജ് കുമാർ ആലോചിക്കുമ്പോഴേക്കും വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. വിമാനം ലാൻഡ് ചെയ്ത് അല്പസമയം കഴിഞ്ഞതും പൈലറ്റിന് അനൗൺസ്മെന്റ് വന്നു. യാത്രക്കാർക്ക് ഇറങ്ങാനുള്ള അവസരമായി. നീരജ് കുമാർ ശരിക്കും നിരാശയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനവധി യാത്രക്കാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങി. ചില യാത്രക്കാർ വിമാനത്തിനകത്തേക്ക് കയറുകയും ചെയ്തു. യാത്രക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്തപ്പോൾ നീരജ് കുമാറിന് ആ കാര്യം ബോധ്യമായി. മുഹമ്മദ് ഷിഹാബുദ്ദീൻ അവിടെ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ അർത്ഥം മുഹമ്മദ് ഷിഹാബുദ്ദീൻ ദില്ലിയിലേക്ക് തന്നെ പോകുന്നു എന്നാണ്. ആ സമയത്താണ് നീരജ് കുമാറിന്റെ മനസ്സിൽ മറ്റൊരു ആശയം ഉദിക്കുന്നത്. ദില്ലിയിലേക്ക് വരുന്നത് സാക്ഷാൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ ആണെന്ന് അവിടുത്തെ പോലീസിനെ അറിയിച്ചാൽ അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പ് അവർ നടത്തും. സ്വാഭാവികമായിട്ടും അവർ TV മാധ്യമങ്ങളെ കൂടി അവിടെ വിളിച്ചു വരുത്തും. ഒരു പ്രമാദമായ അറസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പ് എന്തായാലും ദില്ലി എയർപോർട്ടിൽ വേണം. ആ തോന്നൽ നീരജ് കുമാറിനുണ്ടായതും നീരജ് കുമാർ എയർ ഹോസ്റ്റസിനോട് പൈലറ്റിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നീരജ് കുമാർ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു, ഞാൻ CBI എന്നാണ്, വളരെ അത്യാവശ്യമായി എനിക്ക് പൈലറ്റിനോടൊന്ന് സംസാരിക്കണം. നീരജ് കുമാറിന്റെ സംഭാഷണത്തിന്റെ ശൈലി മനസ്സിലാക്കിയ ആ എയർ ഹോസ്റ്റസ് നീരജ് കുമാറിനെ കോക്പിറ്റിലേക്ക് കൊണ്ടുവന്നു. കോക്പിറ്റിലെത്തിയ നീരജ് കുമാർ പൈലറ്റിനോട് പറഞ്ഞു, സർ, ഞാൻ ഒന്ന് പുറത്തിറങ്ങിയാണ്, ഒരു കാരണവശാലും അങ്ങ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യരുത്, ഞാൻ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഇപ്പോൾ വരാം, വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം അടിയന്തരമായി ദില്ലിയിൽ റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് നീരജ് കുമാർ പറയുകൂടി ചെയ്തപ്പോൾ പൈലറ്റ് അനുവദിച്ചു. നീരജ് കുമാർ ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നീരജ് കുമാർ ആ എയർപോർട്ടിനകത്തേക്ക് കടക്കുമ്പോഴാണ് ശരിക്കും ഞെട്ടുന്നത്. ആ എയർപോർട്ടിൽ ഒരു കുഞ്ഞുപോലുമില്ല. ആ എയർപോർട്ടിലെ അന്നത്തെ അവസാനത്തെ വിമാനമാണ് പാറ്റ്നയിൽ നിന്ന് റാഞ്ചിയിൽ വന്നിട്ട് ദില്ലി പോകുന്ന ആ വിമാനം. ആ വിമാനത്തിലേക്ക് കയറാനുള്ള ആളുകൾ കയറിക്കഴിഞ്ഞു. ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞതുകൊണ്ട് തന്നെ സകല ജീവനക്കാരും പാക്ക് ചെയ്ത് അവിടുന്ന് പോയി കഴിഞ്ഞു. ശരിക്കും ആ എയർപോർട്ടിലെ റൺവേക്ക് അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നെ എയർ ട്രാഫിക് കൺട്രോളിലെ ആളുകളും താഴെയുള്ള ഗ്രൗണ്ട് സ്റ്റാഫുകളെല്ലാം പോയി കഴിഞ്ഞു എന്നർത്ഥം. ആ വിജനമായ എയർപോർട്ടിനകത്ത് നീരജ് കുമാർ ചുറ്റും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തുടങ്ങി. ഭാഗ്യത്തിനാണ് അയാൾ ഒരു CRPF ഭടനെ കാണുന്നത്. അയാളുടെ കാര്യം പറഞ്ഞതും അയാൾ നീരജ് കുമാറിനെ ഒരു ടെലിഫോൺ ബൂത്തിനടുത്തേക്ക് കൊണ്ടുവന്നു. ശരിക്കും ആ ബൂത്ത് പോലും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ CRPF ഉദ്യോഗസ്ഥന് ആ
ബൂത്ത് തുറക്കാനുള്ള പരിപാടി അറിയാവുന്നത് കൊണ്ട് വളരെ സിമ്പിളായി അത് തുറന്നു കൊടുക്കുകയായിരുന്നു. നീരജ് കുമാർ ആ ബൂത്തിൽ നിന്ന് ദില്ലിയിലെ രാജ്പീറിനെ വിളിച്ചു. രാജ്പീറിനോട് നീരജ് കുമാർ ദില്ലിയിലേക്ക് വരുന്ന ആ വ്യക്തി ആരെന്ന് സൂചിപ്പിക്കുന്നത് അപ്പോഴാണ്. രാജ്പീർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ VIP, അത് മുഹമ്മദ് ഷിഹാബുദ്ദീനാണ്, നമ്മുടെ ആ പിടികിട്ടാപ്പുള്ളി. അനവധി കേസുകളാണ് മുഹമ്മദ് ഷിഹാബുദ്ദീനെതിരെ ഉള്ളത്. ആ കേസുകളുമായി ബന്ധപ്പെട്ട് ദില്ലി സ്പെഷ്യൽ സെല്ലും CBI ഒക്കെ മുഹമ്മദ് ഷിഹാബുദ്ദീനെ നോട്ടമിട്ടിരിക്കുന്നതാണ്. അയാളാണ് ഇതാ ദില്ലി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. കാര്യം കേട്ടപ്പോൾ രാജ്പീറിന് ഭയങ്കര സന്തോഷം. രാജ്പീർ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാമെന്ന് നീരജ് കുമാറിന് വാക്ക് കൊടുത്തതും നീരജ് കുമാർ അതിവേഗം പ്ലെയിനിലേക്ക് മടങ്ങി. എയർപോർട്ടിൽ നിന്ന് നീരജ് കുമാറിന് എത്തേണ്ട ആ വിമാനം കിടക്കുന്നവരെ നീരജ് കുമാറിന് യാത്ര ചെയ്യാൻ ഒരു വാഹനം പോലും ആ സമയത്ത് എയർപോർട്ടിലില്ല. ടെർമിനലിൽ നിന്ന് നീരജ് കുമാർ വിമാനം വരെ ഏതാണ്ട് ഓടുകയായിരുന്നു എന്ന് പറയാം. ഓടി വിമാനത്തിനടുത്ത് എത്തുമ്പോൾ നീരജ് കുമാർ ശരിക്കും കിതയ്ക്കുന്നുണ്ട്. ഒരു പരുവത്തിൽ വിമാനത്തിനുള്ളിലേക്ക് നീരജ് കടന്നു. നീരജിനെ കാത്തു നിൽക്കായിരുന്ന എയർ ഹോസ്റ്റസ് നീരജിനോട് പറഞ്ഞു, താങ്കൾ കോക്പിറ്റിലേക്ക് ചെല്ലണം, പൈലറ്റ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ എയർ ഹോസ്റ്റസ് പറഞ്ഞതും നീരജ് കുമാർ കോക്പിറ്റിലേക്ക് ചെന്നു. പൈലറ്റ് നീരജ് കുമാറിനോട് പറഞ്ഞു, സാർ, കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത കൗതുകം വരികയാണ്, സാർ കൂടെ ഇവിടെ ഇരുന്നോളൂ. ആ കോക്പിറ്റിനകത്ത് പൈലറ്റിനും കോ പൈലറ്റിനും പുറകിലായി ഒരു സീറ്റിൽ നീരജ് കുമാറിനെ അവരിരുത്തി. കോ പൈലറ്റ് ഒരു വനിതാ പൈലറ്റാണ്. അവർ നീരജ് കുമാറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഈ സമയത്ത് പൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയാണ്. വിമാനം പറന്നുയർന്ന് ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും വിമാനം ഏതാണ്ട് സ്റ്റഡിയായി. ആ സമയത്ത് ടേക്ക് ഓഫ് സിഗ്നലിലേക്ക് ഓഫായതും പൈലറ്റ് നീരജ് കുമാറിനോട് സംസാരിച്ചു തുടങ്ങി. ശരിക്കും പൈലറ്റും കോ പൈലറ്റും ഒക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. അവരൊക്കെ അനവധി തവണ വിമാനം പറത്തിയിട്ടുള്ള ആളുകളാണ്. ആദ്യമായിട്ടാണ് അവരുടെ വിമാനത്തിനകത്ത് നിന്ന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അവർ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ നീരജ് കുമാറിനോട് അവർ ചോദിച്ചപ്പോൾ നീരജ് കുമാർ അറസ്റ്റിന്റെ വിവരങ്ങളൊക്കെ പൈലറ്റുമായി പങ്കുവച്ചു. വിമാനം അവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ പൈലറ്റ് ഒരു അനൗൺസ്മെന്റ് നടത്തണം. പൈലറ്റ് പറഞ്ഞതിന് ശേഷം മാത്രമേ ആളുകൾ സീറ്റിൽ നിന്ന് എണീക്കാവൂ എന്നുള്ള അനൗൺസ്മെന്റ് ആണ് പൈലറ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ആളുകൾ അവരവരുടെ സീറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ദില്ലി പോലീസിലെ ആ സ്പെഷ്യൽ സെല്ലിലെ ആളുകൾ വിമാനത്തിനകത്തേക്ക് കടക്കും. ഷിഹാബുദ്ദീനെയും അയാളുടെ ശിഷ്യനെയും വിമാനത്തിനകത്ത് നിന്ന് അറസ്റ്റ് ചെയ്യും. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം മാത്രമേ യാത്രക്കാർക്ക് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അനുവാദം കൊടുക്കാവൂ. അങ്ങനെ ഒരു നിർദ്ദേശമാണ് നീരജ് കുമാർ പൈലറ്റിന് കൊടുത്തത്. കാര്യങ്ങൾ കേട്ടപ്പോൾ പൈലറ്റിന് ശരിക്കും സന്തോഷം. ഒരു ഓപ്പറേഷന്റെ ഭാഗമാകുന്ന സന്തോഷം സ്വാഭാവികമായിട്ട് കോ പൈലറ്റിനുമുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുമ്പോൾ ദില്ലിയുടെ ആകാശം അവിടെ കൺമുമ്പിൽ അങ്ങനെ വരികയാണ്. വിമാനം വളരെ ഭംഗിയായിട്ട് തന്നെ ലാൻഡ് ചെയ്തു. നേരത്തെ നീരജ് കുമാറിനോട് പൈലറ്റ് പറഞ്ഞതുപോലെ വിമാനം ആ ടാക്സി വേയിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് തന്നെ പൈലറ്റ് അനൗൺസ്മെന്റ് നടത്തി, ആരും വിമാനത്തിൽ നിന്ന് എണീക്കരുത്. ഒരു അനൗൺസ്മെന്റ് കിട്ടുന്നവരെ എല്ലാവരും അവരുടെ സീറ്റിൽ തന്നെ ഇരിക്കുക. ശരിക്കും അപൂർവമായിട്ട് മാത്രമാണ് പൈലറ്റ് അങ്ങനെ ഒരു ആവശ്യം യാത്രക്കാരുടെ മുന്നിൽ വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ലേശം അമ്പരപ്പിലാണ്. സമയം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. 1 മിനിറ്റായി, 2 മിനിറ്റായി, 3ആയി, 4ആയി, 5ആയി. 5 മിനിറ്റ് ആയിട്ടും ദില്ലി പോലീസിലെ ആരെയും അങ്ങോട്ട് കാണാതെ വന്നതും നീരജ് കുമാർ അയാളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഓണാക്കി രാജ്പീറിനെ വിളിച്ചു. ദില്ലിയിൽ വിമാനം എത്തിയോടുകൂടി നീരജ് കുമാറിന് റേഞ്ച് ഉണ്ട്. രാജ്പീറിന്റെ ഫോണ് റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ റിംഗ് അടിച്ചു തീർന്നിട്ടും രാജ്പീർ ഫോൺ എടുത്തില്ല. നീരജ് വീണ്ടും വിളിച്ചു. രാജ്പീർ ഫോൺ എടുക്കുന്നില്ല. നീരജ് കുമാർ ഉടൻ തന്നെ രാജ്പീറിന്റെ അസിസ്റ്റന്റ് മോഹൻ ശർമ്മയെ വിളിച്ചു. അയാളും ഫോൺ എടുക്കുന്നില്ല. 3-4 തവണ രണ്ടുപേരെയും മാറി തിരിഞ്ഞ് വിളിച്ചിട്ടും അവർ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നീരജ് കുമാറിന് എന്തോ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തു തുടങ്ങി. ഈ സമയത്ത് പൈലറ്റും കോ പൈലറ്റും വല്ലാത്ത അക്ഷമരാണ്. വിമാനം ലാൻഡ് ചെയ്തിട്ട് ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ടെർമിനലിൽ നിന്ന് പൈലറ്റിന് കോൾ വരുന്നുണ്ട്. എന്താ ആളുകളെ പുറത്തു വിടാത്തതെന്നാണ് പൈലറ്റിനോട് അവർ ചോദിക്കുന്നത്. ടെർമിനലിലുള്ള ആളുകൾക്ക് ഉടൻ തന്നെ ആളുകളെ പുറത്തു വിടും എന്നുള്ള മറുപടി പൈലറ്റ് കൊടുക്കുന്നത് നീരജ് കുമാറിന് കേൾക്കുകയും ചെയ്യും. നീരജ് കുമാർ ശരിക്കും ഒരു ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. ഏകദേശം 9 മിനിറ്റ് ആയപ്പോൾ നീരജ് കുമാർ പൈലറ്റിനോട് പറഞ്ഞു, സോറി ബുദ്ധിമുട്ടിച്ചതിൽ, നിങ്ങൾക്ക് യാത്രക്കാരെ വിടാം. നീരജ് കുമാർ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും പൈലറ്റിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായി. ഉടൻ തന്നെ വിമാനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. യാത്രക്കാർ ഒന്നൊന്നായി വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കൂട്ടത്തിൽ സാക്ഷാൽ മുഹമ്മദ് ഷിഹാബുദ്ദീനുമുണ്ട്. നീരജ് കുമാറും അവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നീരജ് കുമാർ മുഹമ്മദ് ഷിഹാബുദ്ദീനെ ഏതാനും സ്റ്റെപ്പ് പുറകിലാണ് നടക്കുന്നത്. അയാൾ
ശരിക്കും അമ്പരപ്പോടെ ആ വിമാനത്താവളത്തിനകത്തൊക്കെ നോക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും സ്പെഷ്യൽ പോലീസിന്റെ ആളുകൾ കാണുമെന്നാണ് നീരജ് കുമാറിന് അപ്പോഴും ഉണ്ടായിരുന്ന വിശ്വാസം. ഒരു കുഞ്ഞിനെ പോലും അവിടെ കാണാനില്ല. നീരജ് കുമാർ നോക്കി നിൽക്കേ മുഹമ്മദ് ഷിഹാബുദ്ദീൻ ആ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരു കാറിലേക്ക് കയറി. നീരജ് കുമാർ IPSന്റെ കൺമുന്നിലൂടെ പിടികിട്ടാ പുള്ളിയായ മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഒരു കാറിനകത്തേക്ക് കയറി സാവധാനം ആ കാറ് മൂവ് ചെയ്തു തുടങ്ങി. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ നീരജ് കുമാർ നേരെ എത്തിയത് ദില്ലി സ്പെഷ്യൽ സെല്ലിന്റെ ഓഫീസിലേക്കാണ്. ഓഫീസിൽ നീരജ് കുമാർ എത്തുമ്പോൾ ഓഫീസിനകത്ത് രാജ്പീറും ഉണ്ട്, മോഹൻ ശർമ്മയും ഉണ്ട്. അവരെ കണ്ടത് നീരജ് കുമാർ എന്നിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. നീരജ് കുമാർ രാജ്പീറിനെയും മോഹൻ ശർമ്മയും വാദവരത ചീത്ത വിളിച്ചപ്പോൾ അവർ രണ്ടുപേരും നിശബ്ദരായി കേട്ടുകൊണ്ടിരുന്നു. നീരജ് കുമാറിന്റെ ദേഷ്യം ഒന്ന് അടങ്ങിയപ്പോൾ രാജ്പീർ നീരജ് കുമാറിനോട് പറഞ്ഞു, സാർ അങ്ങ് പറഞ്ഞതുപോലെ ഞാനും ടീമും റെഡിയായിരുന്നു. പക്ഷേ എനിക്ക് എന്റെ ഹയർ ഓഫീഷ്യൽസ് നിന്ന് അനുവാദം വാങ്ങണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് കാര്യം റിപ്പോർട്ട് ചെയ്തു. കാരണം അറസ്റ്റ് ചെയ്യുന്നത് ഒരു MP ആണല്ലോ. അറസ്റ്റ് ചെയ്യുന്ന ആള് പാർലമെന്റ് അംഗമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാജ്പീറിന് അയാളുടെ മേലുദ്യോഗസ്ഥരുടെ അനുവാദം കൂടിയേ തീരും. മേലുദ്യോഗസ്ഥരുടെ അനുവാദം ചോദിച്ച രാജ്പീറിന് അല്പസമയത്തിനകം മറുപടി കിട്ടി. മുഹമ്മദ് ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശമാണ് അയാളുടെ മേലുദ്യോഗസ്ഥർ അയക്ക് കൊടുത്തത്. മേലുദ്യോഗസ്ഥർ ഒരു കാര്യം കൂടി രാജ്പീറിനോട് പറഞ്ഞു, നീരജ് കുമാറിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ. മുഹമ്മദ് ഷിഹാബുദ്ദീൻ എന്ന MP അറസ്റ്റ് ചെയ്യേണ്ട എന്ന് സർക്കാരിന്റെ ഭാഗമായ ആളുകൾ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. ശരിക്കും ഈ വാർത്ത നീരജ് കുമാറിനെ തെല്ലൊന്നുമല്ല ഉലച്ചത്. നീരജ് കുമാറിന്റെ വിഷയം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ത്യാഗിയും അയാളുടെ കൂട്ടാളികളും വിചാരണയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അവരെ ആ വിഷയത്തിലേക്ക് വലിച്ചിഴച്ച മുഹമ്മദ് ഷിഹാബുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ തന്നെ വിചാരണ ആരംഭിച്ചു. തെഹൽക്ക ടീമിനെ അപകടപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയതിനാണ് ത്യാഗി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും ത്യാഗിക്കെതിരെ 100ഓളം കൊലപാതകങ്ങളുമായി കണക്ട് ചെയ്ത് കേസുകളുണ്ട്. ശരിക്കും അയാളെ 100 തവണയെങ്കിലും തൂക്കിക്കൊല്ലാനുള്ള കേസ് അയാളുടെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലിനകത്ത് നിന്ന് ജീവനോട് തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള കാര്യം ത്യാഗിക്കറിയാം. ത്യാഗി പഴയതുപോലെ വീണ്ടും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു തുടങ്ങി. പോലീസിന്റെ നീക്കങ്ങളെ കുറിച്ച് വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന ത്യാഗിക്ക് എവിടെ എങ്ങനെ അയാൾ ഓപ്പറേഷൻ നടത്തണമെന്ന് നന്നായിട്ട് അറിയാം. 2003 സെപ്റ്റംബർ 13 ത്യാഗിക്കൊപ്പമുള്ളത് 3 പോലീസുകാരാണ്. ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ത്യാഗിക്കൊപ്പമുള്ള പോലീസുകാരുടെ എണ്ണം ആദ്യം 10-20 ആയിരുന്നെങ്കിലും വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ എണ്ണം കുറഞ്ഞു 3 ആയതാണ്. 3 പേരുടെ കയ്യിലും ആയുധവുമുണ്ട്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ റൂർക്കി എന്നുള്ള ആ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുകയാണ് ആ പോലീസുകാരും ത്യാഗി. ദില്ലി പോലീസ് ത്യാഗിയെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2 കൊല്ലമായിരിക്കുകയാണ്. ദില്ലിയിലെ തീഹാർ ജയിലിൽ നിന്ന് ഉത്തർപ്രദേശിലെ മുസഫർ നഗർ ജയിലിലേക്ക് ഇപ്പോൾ ത്യാഗിയെ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ മേഖലയിലുള്ള കോടതികളിലെ കേസുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ത്യാഗിയെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അവിടെയുള്ള ഒരു കേസുമായി ബന്ധിപ്പിച്ചുള്ള യാത്രക്കിടയിലാണ് ആ ബസ് സ്റ്റാൻഡിൽ ആ പോലീസുകാരും ത്യാഗിയും എത്തി നിൽക്കുന്നത്. അപ്പോൾ സമയം വൈകുന്നേരം 4 മണിയാണ്. ഒരു ചുവന്ന മോട്ടോർ ബൈക്ക് ആ ബസ് സ്റ്റാൻഡിൽ ആ പോലീസുകാരുടെ സമീപത്തേക്ക് വന്നത് അപ്പോഴാണ്. പോലീസുകാരെ കണ്ടപ്പോൾ ആ ബൈക്ക് ഓടിക്കുന്ന വ്യക്തി ആ ബൈക്ക് നിർത്തി. ബൈക്കിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യായിരുന്ന വ്യക്തി ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടന്ന് പോലീസുകളുടെ അടുത്തേക്ക് വന്നു. പോലീസുകാരുടെ അടുത്തേക്ക് വന്ന അയാൾ പോലീസുകാരെ ചുമ്മാ അങ്ങ് ചീത്ത വിളിച്ചു തുടങ്ങി. ഒരു ബൈക്ക് അവിടെ ഒന്ന് നിൽക്കുന്നതും ബൈക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നതും പോലീസുകാർ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു. ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി പോലീസുകാരുടെ അടുത്ത് വന്നിട്ട് അവരെ ചീത്ത വിളിച്ചപ്പോൾ അവരെ പെട്ടെന്ന് അസ്വസ്ഥരായി. എന്താണ് സംഭവം എന്ന് അവർക്ക് പിടികിട്ടും മുമ്പ് ആ ചെറുപ്പക്കാരൻ ആ പോലീസുകാരെ ആഞ്ഞൊന്ന് തള്ളി. തികച്ചും അപ്രതീക്ഷിതമായ ആ തള്ളലിൽ ആ പോലീസുകാർ താഴേക്ക് വീണു. ആ നിമിഷത്തിൽ പോലീസുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ത്യാഗി അവരുടെ അടുത്തുനിന്ന് ബൈക്കിന് നേരെ ഓടി. ബൈക്ക് ഓടിക്കുന്ന വ്യക്തിയുടെ ആ ബൈക്കിലേക്ക് ചാടിക്കേറിയ ത്യാഗിയുടെ തൊട്ടുപുറകിലേക്ക് പോലീസുകാരെ തള്ളിയിട്ട ആളും ചാടിക്കേറി. മൂന്നാമനും ആ ബൈക്കിലേക്ക് കയറുമ്പോഴേക്കും തറ വീണ പോലീസുകാരിൽ ഒരാൾ ചാടി എണീറ്റ് കഴിഞ്ഞു. ചാടി എണീറ്റത് പോലീസുകാരനായ നീരജ് കുമാറാണ്. ആ പോലീസുകാരൻ തോക്കുമായി ആ ബൈക്കിന് പുറകെ ഓടുന്നത് ബൈക്കിന്റെ പുറകിൽ കയറിയ ആ ചെറുപ്പക്കാരൻ കണ്ടു. അയാൾ ആ നിമിഷത്തിൽ അയാളുടെ കയ്യിലെ റിവോൾവർ കൊണ്ട് നീരജ് കുമാർ നേരെ നിറയൊഴിച്ചു. അപ്രതീക്ഷിതമായി താഴെ വീണുപോയ നീരജ് കുമാർ ചാടി എണീറ്റ് മുന്നോട്ട് ഓടി ചെല്ലുമ്പോഴാണ് അയാളുടെ നെഞ്ചിലേക്ക് തന്നെ ത്യാഗിയുടെ പുറകിലിരിക്കുന്ന ആള് വെടിയുതിർത്തത്. വെടിയേറ്റ് നീരജ് കുമാർ പുറകിലോട്ട് മറിയുമ്പോൾ അയാളുടെ കയ്യിലെ
തോക്കിലെ ട്രിഗറിൽ അയാളുടെ വിരല് അമർന്നിരുന്നു. ശരിക്കും ആ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അമ്പരപ്പിക്കുന്ന ഒരു രംഗമാണ് തുടർന്ന് സംഭവിച്ചത്. ആ കോൺസ്റ്റബിൾ നീരജ് കുമാറിന്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ട ആ ബൈക്കിലെ ഏറ്റവും പുറകിലിരിക്കുന്ന ആളുടെ മുതുകിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ആ വെടിയുണ്ടയുടെ വേഗത കൊണ്ട് ആ വെടിയുണ്ട പുറകിലിരിക്കുന്ന ആളുടെ മുതുകിലൂടെ കയറി തൊട്ടുമുള്ളിലിരിക്കുന്ന ടാഗിയുടെ മുതുകിലേക്ക് ഇടിച്ചു കയറി. ടാഗിയുടെ മുതുകിലേക്ക് ഇടിച്ചു കയറിയ വെടിയുണ്ട ടാഗിയുടെ നെഞ്ച് പിളർന്നുകൊണ്ട് ബൈക്ക് ഓടിക്കുകയായിരുന്ന ആ ചെറുപ്പക്കാരന്റെ മുതുകിലേക്ക് തുളച്ചു കയറി. ശരിക്കും ഒരു ഒറ്റ വെടിയുണ്ട 3 പേരുടെ ശരീരത്തിലൂടെ അങ്ങനെ തുളച്ചു കയറുകയാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ വെടിയുണ്ട അവരുടെ പുറത്തൂടി അങ്ങനെ പറന്നു പോയതും ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീണു. കൂടെ ടാഗിയും അയാളുടെ പുറകിലുള്ള ആളും. ഇതേ സമയത്ത് കോൺസ്റ്റബിൾ നീരജ് കുമാർ തോക്കോടുകൂടി താഴേക്ക് മറിയുകയാണ്. ബസ് സ്റ്റാൻഡിൽ താഴേക്ക് വീണിരുന്ന ആ പോലീസുകാർ രണ്ടുപേരും ചാടി എണീറ്റ് നീരജ് കുമാറിന്റെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ ആ ബൈക്കിനടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. ശരിക്കും ആ ബൈക്കും ആ ബൈക്കിലെ യാത്രക്കാരും തറയിലൂടെ ഇങ്ങനെ നിരങ്ങി പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആംബുലൻസിൽ ആ ചെറുപ്പക്കാരെയും അതേപോലെ നീരജ് കുമാറിനെയും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ 3 ചെറുപ്പക്കാരുടെയും ഡെഡ് ബോഡിയാണ് യഥാർത്ഥത്തിൽ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നത് കോൺസ്റ്റബിൾ നീരജ് കുമാറിന് മാത്രമാണ്. കോൺസ്റ്റബിൾ നീരജ് കുമാർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ടാഗിയുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്ന ആളുകളും ആ ഒറ്റ വെടിയുണ്ടയിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടും മുഹമ്മദ് ഷിഹാബുദ്ദീനെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തില്ല. മൻമോഹൻ സിംഗ് സർക്കാർ മാറി മോദി സർക്കാർ അധികാരത്തിൽ വന്ന് അധിക നാൾ കഴിയുമ്പോൾ, അതായത് 2016 പാറ്റ്ന ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരം മുഹമ്മദ് ഷിഹാബുദ്ദീനെ അവസാനം പോലീസ് അറസ്റ്റ് ചെയ്തു. വാജ്പേയി സർക്കാരും മൻമോഹൻ സിംഗ് സർക്കാരും അതുപോലെ മോദി സർക്കാരും തൊടാൻ വിസമ്മതിച്ച മുഹമ്മദ് ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പാറ്റ്ന ഹൈക്കോടതി നിർബന്ധം പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. മുഹമ്മദ് ഷിഹാബുദ്ദീനെ ബീഹാർ സർക്കാരിന്റെ ആവശ്യപ്രകാരം 2017 ബീഹാറിൽ നിന്ന് ദില്ലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. ദില്ലിയിലെ തീഹാർ ജയിലിലാണ് അന്ന് മുതൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ. ബീഹാർ ജയിലിലുള്ള മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ ജീവിതം ഏതാണ്ട് രാജാവിന് സമമായ ജീവിതമാണെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അവിടെ നിന്ന് ബീഹാർ സർക്കാർ റിക്വസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലേക്ക് മാറ്റുന്നത്. തീഹാർ ജയിലിൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ കിടക്കുമ്പോൾ ഒരുപാട് കേസുകളുടെ വിചാരണ നടക്കുകയാണ്. അതിനിടയിലാണ് 2021 മുഹമ്മദ് ഷിഹാബുദ്ദീന്റെ അന്ത്യമുണ്ടാകുന്നത്. ശരിക്കും രാഷ്ട്രീയവും മാഫിയയും കൂടിക്കലർന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇന്ത്യൻ സ്റ്റേറ്റുകൾ അടക്കി ഭരിക്കുന്നത് കൊണ്ടാണ് ഈ ശൈലിയിലുള്ള ക്രിമിനലുകൾ MLA ആയും MP ആയും മന്ത്രിയായും ഒക്കെ മാറുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.